പോലീസ് സേനയാകാം, ആർമി ആകാം, ആരാന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈവൻ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ സേനയ്ക്ക് എന്തോ ഒരു ഇത് വരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നീ ആ കണ്ട ടെലിപ്പതി ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആ സമയത്ത് തന്നെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ആർമിയുമായെ കുറിച്ച് നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. മിക്കവർക്കും അറിയാമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ പ്രവചനങ്ങൾ നടത്തി ടെലിപ്പതിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ടെലിപ്പതി അല്ല എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ഓക്കെ, കുറെ ഈ പറയുന്ന പ്രവചനങ്ങളൊക്കെ നടത്തി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആർമിയുമായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വാൽപ്പാറ ദുരന്തം അക്ഷരം തെറ്റില്ലാതെ സത്യം പറഞ്ഞാൽ കൃത്യമായി പ്രവചിച്ചുകൊണ്ട് ഇത്ര കുട്ടികൾ ഇന്നടുത്ത് വീഴും എന്നുള്ള രീതിയിൽ പ്രവചിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിപ്പോൾ വളരെ തരംഗമായിരിക്കുന്ന ഒരു കക്ഷിയാണ് ആർമിയുമായ എന്നുള്ളത്. ഈ പറയുന്ന എന്താണ് ഈ വാൽപ്പാറ ദുരന്തം മാത്രമല്ല, ഒരുപാട് ദുരന്തങ്ങൾ മുൻകൂട്ടി കാണുകയും പ്രവചിക്കുകയും തന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം എന്ത് ചെയ്യുന്നു, അത് എഴുതിയിടുന്നു. അതിനുശേഷം തന്റെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴി എന്ത് ചെയ്യുന്നു, അത് പബ്ലിഷ് ആകും. അതായത് ഈ പറയുന്ന വാൽപ്പാറ ദുരന്തം ഏതാണ്ട് 2 ആഴ്ചക്ക് മുമ്പ് 16 പേര് 3 കുട്ടികൾ കൊക്കയിൽ വീണ് മരിക്കും, അത് ഈ തമിഴ്നാട് കേരള ബോർഡറിലായിരിക്കും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് നമ്മൾ ഞെട്ടിയ ഒരു സംഭവമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ പല ഈ പറയുന്ന അർജുനന്റെ കേസ്, അർജുൻ എവിടെയാണ് കിടക്കുന്നത്, 2 ദിവസം അർജുന് ജീവൻ ഉണ്ടായിരുന്നു, ഇവരൊക്കെ അവിടെ തിരയുമ്പോൾ ഈ പറയുന്ന ആർമിയുമായ തന്റെ ഇൻസ്റ്റാ പേജിൽ ഇന്നടുത്താണ് ഉള്ളത് എന്ന് പോസ്റ്റ് ഇട്ടതാണ്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്ന് അർജുനെ കണ്ടെത്തുന്നത്. അതുപോലെ നമ്മുടെ ഇപ്പൊ കൊക്കയിൽ വീണ് മരിച്ച ആ പെൺകുട്ടി എവിടെയാണ് മരിച്ചു കിടക്കുന്നത്, ടർക്കിങ്ങിന് പോയി കാണാതായ പെൺകുട്ടി എവിടെയായിരുന്നു, അതിനെക്കുറിച്ച് ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ വയനാട് വെള്ളപ്പൊക്കം അത് കൃത്യമായിട്ട് പ്രവചിച്ചു, കുംഭമേള, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആർമിയുമായ റീസെന്റ് ആയിട്ട് 2 പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മറുനാടൻ മലയാളിയില് കൊടുത്ത ഒരു ഇന്റർവ്യൂക്കകത്ത് 2 പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രവചനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതേപോലെ ഇപ്പോൾ ഈ വാൽപ്പാറയിൽ നടന്ന അതേപോലെയുള്ള ഒരു ദുരന്തം എന്ത് ചെയ്യും, വീണ്ടും സംഭവിക്കും. അത് ഈ കേരളത്തിലല്ല, മറ്റേതോ സംസ്ഥാനത്തിലായിരിക്കും. അതിലും ഇതുപോലെ സ്പോട്ടിൽ 16 പേര് മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ കൊക്കയിലേക്ക് മറിഞ്ഞ് അത് വലിയൊരു ബസ്സായിരിക്കും, അതിൽ മുതിർന്നവരായിരിക്കും, കൊക്കയിലോട്ട് മറിഞ്ഞ് മരിക്കും എന്നൊരു പ്രവചനം നടത്തി. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇത് സംഭവിച്ചത് മറ്റെവിടെയുമല്ല, ജമ്മു കാശ്മീരിൽ സംഭവിക്കുന്നു. ജമ്മു കാശ്മീർ ഇതേപോലെയുള്ള എന്താണ് ഒരു അപകടം സംഭവിക്കുന്നു. അവിടെ സ്പോട്ടിൽ സത്യം പറഞ്ഞ 16 പേര് മരിക്കുന്നു. പക്ഷെ മൊത്തത്തിൽ 22 പേര് മരിച്ചു എന്നുള്ളതാണ്. പക്ഷെ സ്പോട്ടിൽ 16 പേര്, പക്ഷെ ആ വാർത്തകൾ വന്നത് അങ്ങനെ. അപ്പം ഞെട്ടിയത് അങ്ങനെയാണ്. ഈ പെൺകുട്ടി പറയുന്നുണ്ട്, തലവസത്തിൽ പറയുന്നുണ്ട്, ഇതുപോലെ ഒരു അപകടം കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടക്കും, അതിൽ കൂടി വലിയ ബസ്സായിരിക്കും, അതിനകത്ത് സ്പോട്ടിൽ 16 പേര് മരിക്കും എന്നായിരുന്നു ഈ കുട്ടിയുടെ പ്രവചനം. പക്ഷെ പിറ്റേ ദിവസം വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് 16 പേര് ബസ് അപകടത്തിൽ മരിച്ചു നമ്മൾ ഞെട്ടിപ്പോയി. അതിനുശേഷം 16 എന്ന് പറയുന്നത് 21, 22 ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം മറ്റൊരു പ്രവചനം കൂടി നടത്തിയിട്ട് ആ ഒരു പ്രവചനം ഒരു പരിധിവരെ നമുക്കത് ശരിയായി എന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി പിന്നെ മറ്റൊരു പ്രവചനം നമ്മുടെ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനകത്ത് എന്താണ് ഈ പറയുന്ന 3 പേര് വീഴും, അതിൽ ഒരു കുട്ടി മരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചനങ്ങൾ നടത്തി വെച്ചിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് സ്ഥലം എന്തൊക്കെയാണ് എന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തി. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി ഇത് ഉഡായിപ്പാണോ, എന്തെങ്കിലും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നതിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെ മറ്റൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇന്റർവ്യൂക്കകത്ത് മറ്റൊരു പ്രവചനം അല്ലെങ്കിൽ ഒരു സംഭവം ഞാൻ മുൻകൂട്ടി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനവും നടത്തിയിട്ടുണ്ട്. അതിനെ ആദ്യം കണ്ടതിന് ശേഷം ഇത് ഉഡായിപ്പാണോ, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം ആ പെൺകുട്ടി ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടത്തിയ ആ ഒരു പ്രവചനം. പോലീസ് സേനയാകാം, ആർമി ആകാം, ആരാന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈവൻ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ സേനയ്ക്ക് എന്തോ ഒരു ഇത് വരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടത്. പക്ഷെ അത് ആരോട് പറയണം എന്ന് എനിക്കറിയില്ല. അതൊരു ട്രെയിനിന്റെ ബോഗി പോലെയോ അല്ലെങ്കിൽ സേന പോകുന്ന വലിയൊരു ട്രക്ക് പോലെയോ ഒക്കെയാണ് കണ്ടത്. പക്ഷെ എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ തീയാണ് കാണുന്നത്. ഓക്കെ, ഇവ പറയുന്നത് എന്താണ്, ഈ പറയുന്ന നമ്മുടെ സേനയോ പട്ടാളമോ പോലീസോ എന്തോ ആണ്, കൃത്യമായിട്ട് അറിയത്തില്ല. അതൊരു ട്രെയിനിന്റെ ബോഗി പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പട്ടാളക്കാർ പോകുന്ന ഒരു വലിയ ട്രക്ക് ഉണ്ടല്ലോ, ആ ട്രക്കിലോ എന്തോ ആണ്. അതാണ് ഞാൻ കണ്ടത്. അതിൽ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ തീ കാണുന്നുണ്ട്. ഇതെനിക്ക് ആരെടുത്ത് പറയണമെന്ന് അറിഞ്ഞൂടെ, എന്റെ മനസ്സിൽ കണ്ടത് ഞാൻ ഇവിടെ നിന്ന് പറയുന്നുള്ളൂ, ആരും പാനിക് ആക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ ഞാൻ അന്നേരവും ഡിസ്റ്റർബ് ആയി. ദൈവമേ, ഇതെനിക്ക് കൃത്യമായിട്ട് നോക്കാനും പറ്റുന്നില്ല. ഈ മൈൻഡ് ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് എനിക്ക് സാധാരണ ഇങ്ങനെ ടെലിപ്പതി വരുന്നില്ല. ഇത് എന്താണ് ഇങ്ങനെ, ഈ പ്രീ പ്രിപ്പറേഷൻ കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാനും പാടില്ല. പക്ഷെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട
ഒരു കാര്യം ഇപ്പം ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആരെയും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു പ്രവചനമാണെന്ന് നിങ്ങൾ ചിന്തിക്കല്. എന്റെ മൈൻഡിൽ വന്ന പ്രീ കോഗ്നിഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇൻഡ്യൂഷൻ ആകാം. ഞാൻ ടെലിപ്പതി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് ഒരു കോമൺ മാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് ടെലിപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്ക് അറിയാതെ പ്രീ കോഗ്നിഷൻ ആണ് അല്ലെങ്കിൽ പോസ്റ്റ് കോഗ്നിഷൻ ആണ് അല്ലെങ്കിൽ ക്ലെയർവോയൻസ് ആണ് സൈറ്റോകൈനസിസ് ആണ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ആണ്, ഇതൊക്കെ എനിക്കും അറിയാം. അത് കൃത്യമായിട്ട് ആൾക്കാരിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വാക്ക് പറയണം. ടെലിപ്പതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ എവിടുന്നോ കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് സാധാ ആൾക്കാർക്ക് കൂടെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ടെലിപ്പതി എന്ന് പറയുന്നത്. ഇത് ടെലിപ്പതി അല്ലെന്ന് ഇനി ഈവൻ ടെലിപ്പതി ആകുമോ എന്ന് അറിയത്തില്ല. എല്ലാവരും പറയുന്ന പോലെ മനുഷ്യന്മാർക്ക് മാത്രം നടക്കാൻ പറ്റുന്നതാണോ ടെലിപ്പതി? ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് മനുഷ്യന്റെ കൊടുക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ടെലിപ്പതി എന്ന് പറയാം. അതും പ്രൂവ്ഡ് അല്ല. എനിവേ, ഓക്കെ, ഇതാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പ്രവചനം. അതായത് ഒരു ആർമി, അത് പട്ടാളമോ പോലീസോ ആയി ട്രക്കോ ആയി പറയുന്ന ട്രെയിനോ ആണ്, അത് കത്തുന്നതായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ പലരും വിമർശിക്കുന്ന രീതിയിൽ ഇത് ടെലിപ്പതി അല്ലെ, ഇത് ഇൻറ്റ്യൂഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് പറയുന്ന പൊട്ടത്തരമാണ്, നമ്മളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിന്റെ ഒക്കെ ഉത്തരമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. എനിക്കറിയാം അതെന്താണ് സംഭവം എന്ന് എനിക്കറിയാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെലിപ്പതി എന്ന് ഉപയോഗിച്ചതെന്ന പെൺകുട്ടി പറയുന്നത്. ഇനി ഈ പെൺകുട്ടിയുടെ പേരിൽ വരുന്ന കുറെ വിമർശനങ്ങളുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അതായത് എങ്ങനെയാണ് നേരത്തെ ഒരാഴ്ച മുമ്പേ എങ്ങനെയാണ് പോസ്റ്റ്, അതാണല്ലോ ഞാനും ചോദിച്ചത്. എങ്ങനെ ഒരാഴ്ച മുമ്പേ നമുക്ക് എന്ത് പറയുമ്പോഴും നമുക്ക് ഒരാളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയും ഇന്നത് കൊണ്ടാവാം. നമുക്കിപ്പം ഒരാഴ്ചക്ക് മുമ്പ്, അതായത് ഇപ്പൊ നടന്ന വാൽപ്പാറ ദുരന്തം ഒരാഴ്ചക്ക് മുമ്പ് കൃത്യമായിട്ട് 16 പേരും 3 കുട്ടികൾ വന്ന് കൃത്യമായിട്ട് കൊക്കയിലായിട്ട് വീണ് മരിക്കുന്നു എന്ന് പറയുകയും തമിഴ്നാട് പിന്നീട് കേരള ബോർഡറിലാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഒരാഴ്ചക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു. അപ്പൊ അതെങ്ങനെ വന്നു എന്നുള്ളത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ കണ്ടത്. ആ വീഡിയോ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫേസ്ബുക്കും ഈ പറയുന്ന ഇൻസ്റ്റാ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ വിടുന്നത് ഡയറക്റ്റ് ആയിട്ട് ഫേസ്ബുക്കിലേക്ക് പോകും. ഫേസ്ബുക്കിൽ എന്ത് റീൽ ഇട്ടാലും അത് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റയിലേക്കും വരും. ഇപ്പം ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റ് ഇട്ട് ഇത് ഇൻസ്റ്റയിലേക്ക് വന്നു എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതായത് ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റ് അപ്പൊ തന്നെ ഇൻസ്റ്റയിലേക്ക് വരുന്നു. മനസ്സിലായോ? അപ്പൊ ഞാനൊരു വേറെ ഏതെങ്കിലും പോസ്റ്റ് ആയിരിക്കും ഇട്ടെന്ന് വെച്ചാൽ ആ ദിവസം ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വേറെ ഏതോ എന്റെ വിശേഷം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞ് ഈ സംഭവം നടന്നപ്പോൾ ഈ ഒരാഴ്ചക്ക് മുമ്പുള്ള പോസ്റ്റിനെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ മറ്റൊരു പോസ്റ്റ് കയറ്റി കഴിഞ്ഞാൽ ഇത് നേരെ ഇൻസ്റ്റയിലും അതേ ഡേറ്റിൽ ഇന്ന ഡേറ്റിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റയിലും കാണിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ വാദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ശരി, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. മുമ്പേ നമുക്ക് ഇത് അറിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് മുമ്പേ ഇട്ട പോസ്റ്റ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ അതിന് താഴെ വന്ന കമന്റുകളുണ്ട്. അതായത് 5 ദിവസം മുമ്പ് ഇതിനെ ചൊല്ലിക്കൊണ്ട് വന്ന കമന്റുകൾ അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും? അതാണ് എന്റെ പോസ്റ്റ്. അപ്പൊ ഇങ്ങനെ വാദിക്കുന്നവരെടുത്ത് അത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം? ശരി, ഓക്കെ, പോസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്തു. അതിന്റെ താഴെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇത് എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി കൃത്യമായിട്ട് അറിയാമെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഇത് തമിഴ്നാട് ബോർഡറിൽ ഒക്കെയാണ്. 3 കുട്ടികളുണ്ട് അതിനകത്ത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ കേരളത്തിൽ തമിഴ്നാട്ടിലോട്ട് പോകുന്നതോ ഒക്കെയാണ്. വളരെ വിശദമായിട്ട് അതും 5 ദിവസം ഈ ഒരു സംഭവത്തിന്റെ 5 ദിവസം മുമ്പ് തന്നെ അതും പ്രവചിച്ചിരിക്കും. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ വാദിക്കുന്നവർക്ക് അതിനും കൂടി നമുക്ക് ഉത്തരം കിട്ടണം. അതിനും കൂടി വ്യക്തമായിട്ട് ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരി, ഇവള് ഫ്രോഡാണ്, ഇവള് ഉടായ്പാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ ഇതുമല്ല, ഒരുപാട് ഈ ഒന്ന് മാത്രമല്ലല്ലോ, വൺ ടൈം വണ്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഇതുപോലുള്ള സാധനങ്ങൾ അവൾ പ്രവചിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ എനിക്കിങ്ങനെയുള്ള സാധനങ്ങൾക്ക് വിശ്വാസം കുറവാണ്. പിന്നെ ചിലവരൊക്കെ ഈ പറയുന്ന കരിനാക്ക് എന്നൊക്കെ പറഞ്ഞ ചിലർ പറയുന്നത് അങ്ങ് ഫലിക്കാറുണ്ട്. അത് എപ്പോഴും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്കിതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടി, ഇപ്പൊ എനിക്കിത് ഉടായ്പാണ് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ദഹിക്കുന്നതായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ വേണം. എനിക്ക് ദഹിക്കുന്ന കാരണങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പലരും ഇതിനെക്കുറിച്ചൊക്കെ പല വീഡിയോസും ഉണ്ട്. അതിലൊക്കെ എനിക്കതിന് മറു ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഞാനിപ്പോ ഒരു ചോദിച്ചില്ലേ, ശരി, നിങ്ങൾ പോസ്റ്റ് മാറ്റിയെന്ന് പറയും. ഇതെങ്ങനെ മാറ്റി? എങ്ങനെയാണ് ആ ഒരു മെസ്സേജ് മാറ്റിയത്? അപ്പം അതിന് ഉത്തരമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കണമെന്ന് വെച്ചാൽ വിശ്വസിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വസിച്ച് പോകും എന്നുള്ളതാണ്. ഇനി ഈ ടെലിപ്പതി കാണുമ്പോൾ എപ്പോഴാണ് ഇത് കാണുന്നത്? കാണുമ്പോൾ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പം ഒരു തട്ടുകട കണ്ടു. നട്ടുച്ച നേരത്ത് ഞാൻ അവിടെ കയറി ചായ കുടിക്കേണ്ടി വന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ചൂടായിട്ട് പോലും ഞാൻ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന്
എനിക്ക് ഇച്ചിരി ഒരു ഇത് ആയി. പിന്നെ ഞാൻ അവരോട് കുറച്ചു നേരം എന്റെ മൈൻഡ് ഒന്ന് കൺവേർട്ട് ആകാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ബംഗാളികളാണോ തമിഴന്മാരാണോ എനിക്കറിയത്തില്ല, എന്തായാലും അതർ സംസ്ഥാനക്കാരാണ്. ആ ചേട്ടന്മാരോട് ഞാൻ ഇരുന്ന് സംസാരിച്ചു. കാരണം എന്റെ മൈൻഡ് ഒന്ന് ഇതാകാൻ വേണ്ടി. പിന്നെ എനിക്ക് ഡ്യൂട്ടി ഒന്നും അധികം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പിന്നെ പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നീ ആ കണ്ട ടെലിപ്പതി ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആ സമയത്ത് തന്നെ. അപ്പോ അതിനകത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാനിത് എഴുതിയിടുന്ന അതേ സമയം തന്നെ 5:30 എന്തോ ആ സമയത്ത് തന്നെയാണ് അവിടെ ആക്സിഡന്റ് നടന്നത്. അതേപോലെ തന്നെ പറഞ്ഞ നമ്പേഴ്സ് കറക്റ്റ്, സ്ഥലം കറക്റ്റ്, ഞാൻ കണ്ട അതേ വിഷ്വൽസ്. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പോഴും അതിനകത്തൊന്നും റിലാക്സ് ആയിട്ടില്ല. കാരണം ആ ഒരു മൈൻഡ് ഡിസ്റ്റർബ്, അതേപോലെ തന്നെ ഫിസിക്കൽ വീക്ക്നെസ്സും എനിക്ക് കുറച്ച് ദിവസം ഉണ്ടാവും. നല്ല പോലെ നമ്മൾ ടയേർഡായി പോകും. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് കണ്ട് ഓക്കെ, അത് പറഞ്ഞല്ലോ, അത് കാണാൻ സമയത്ത് ഭയങ്കര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരു തളർച്ച ഉണ്ടാവും, ഭയങ്കര എന്താണ്, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് എന്താണ് മുമ്പേ ഇത് എഴുതിയിട്ട് ഇത് നടക്കാൻ പോകുന്ന സമയത്ത് ഇവർക്ക് വീണ്ടും ഒരു എന്താണ് ഒരു ഉൾവിളി പോലെ ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല. ഞാൻ കടയിൽ കയറി പിന്നെ അവിടെ വന്നിട്ട് ഉച്ച നേരത്തെ ആഹാരം കഴിച്ചു, സോറി ചായ കുടിച്ചു എന്നൊക്കെ. എന്നിട്ട് ഇവിടെ പറയുന്ന പലതും വളരെ കൃത്യം ഞാൻ ഈ പറയുന്ന മനസ്സിൽ കണ്ട അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്ത് ഞാൻ കണ്ടത് തന്നെ വീണ്ടും ടി വിയിൽ ഡയറക്റ്റായിട്ട് കാണേണ്ടി വരുമ്പോൾ ഉള്ള അവസ്ഥ, ആ ഒരു അവസ്ഥ, ആ നമ്പേഴ്സ്, ഇതൊക്കെ ഏറ്റവും ഞെട്ടിക്കുന്നത് ഈ പെൺകുട്ടിയുടെ നമ്പരും ഈ അപകടത്തിൽപ്പെട്ട വാൽപ്പാറ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ട ആ ഒരു വണ്ടിയുടെ നമ്പരും ഈ പെൺകുട്ടിയുടെ വണ്ടിയുടെ നമ്പരും ഒന്നായത് എന്നുള്ളതും അതും വലിയൊരു ഞെട്ടലാണ്. അതും ഈ പെൺകുട്ടി എപ്പോഴാണ് ഈ പോസ്റ്റ് എഴുതിയിട്ട് ഒരു 5:30-ഒക്കെയാണ്, ആ സമയത്താണ് ഈ ഒരു അപകടം നടന്നത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴൊക്കെ എല്ലാം യാദർച്ഛികമായിട്ട് എങ്ങനെ വരും, എല്ലാം ഭാഗ്യമായിട്ട് എങ്ങനെ വരും എന്നുള്ളതാണ്. ഇതിനകത്ത് ഇവരുടെ ചോദിക്കും, നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന ദുരന്തങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, നല്ലതൊന്നും കാണുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ നല്ലതും കാണാറുണ്ട്, പക്ഷെ നല്ലത് ഞാൻ പലപ്പോഴും ഞാനത് കുറിക്കുമ്പോൾ പലപ്പോഴും അത് നടക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. പലതും നടക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാര്യമല്ലേ ഞാൻ എഴുതിയിട്ട് നടക്കാതെ പോകരുത് ഞാൻ ഇനി എഴുതിയിട്ട് നടക്കാതെ പോയി, അതുകൊണ്ടാണ് ഞാൻ നല്ലത് അങ്ങനെ എഴുതി ഇടാത്തത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, അപ്പം ഈ നല്ലത് നടക്കാതെ പോകുന്നുണ്ട് പക്ഷെ ദുരന്തങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദുരന്തം എഴുതിയിട്ടിട്ട് വീണ്ടും വീണ്ടും നടക്കുന്നു എന്നുള്ളത് അത് നമുക്ക് അങ്ങോട്ട് ആ ഒരു സാധനം നമുക്ക് ലിങ്ക് ആവുന്നില്ല എന്നുള്ളതാണ്. ഈ ഇത്രയും പറഞ്ഞാൽ എനിക്കൊരു ലിങ്ക് ആവാത്ത, ലോജിക്ക് ഇല്ലാതെ തോന്നുന്നുണ്ടോ. നല്ലത് എഴുതിയിടുമ്പോൾ നടക്കാതെ പോകുന്നു, ദുരന്തങ്ങൾ എഴുതിയിടുമ്പോൾ അതുകൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൂടെ ലിങ്ക് ആവുന്നില്ല. പിന്നെ അല്ലാതെ ഇവരെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർ പറയുന്നത് നുണയാണെന്ന് പറയാൻ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു തെളിവ് കൂടുമില്ല. വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇത് അവർക്ക് തോന്നുന്നത് തന്നെയാണ്. ചിലർക്ക് ജന്മനാ കിട്ടുന്ന കഴിവുകളായിരിക്കാം. ഇനിയിപ്പോ ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിൽ 3 പേര് വീഴുകയും ഒരു കുട്ടി മരിക്കുകയൊക്കെ പറയുന്ന പ്രവചിച്ചത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, ഇവർ 2 കൊല്ലം കഴിഞ്ഞത് ഇവര് പ്രവചിച്ച ഒരു 6 മാസത്തിന്റെ ഇടവേളയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. ഈ 6 മാസത്തിന്റെ ഇടവേളയിൽ ഇത് ഇൻ കേസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പലരും പറയുന്നുണ്ട്, ഒരുപാടിടത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാടിടത്തും ബസ് അപകടം നമ്മളൊരു പ്രവചിച്ചു, ഒരു ബസ് അപകടത്തിൽ 4 പേര് മരിച്ചു എന്ന് എഴുതിക്കിട്ടിരിക്കുന്നു. നമ്മൾ നോക്കിയാൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ദേശത്ത് 4-5 ബസ് അപകടങ്ങൾ സംഭവിക്കാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊഹിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇന്നടുത്ത് തമിഴ്നാട് കേരള ബോർഡർ അവിടെ ഇതുപോലെ എന്താണ് പിന്നെ ഇത്ര പേര് 16 പേര് 3 കുട്ടികൾ ഇതൊക്കെ അതൊന്നും നമുക്ക് അങ്ങനെ ഒരുക്കുകയാണെങ്കിൽ പോട്ടെ. ഈ പറയുന്ന വയനാട് ദുരന്തം കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്നു. ഒരുപാട് അർജുന്റെ കേസ്, അങ്ങനെ ഒരുപാട് കേസുകൾ അവരുടെ ഈ ഇൻസ്റ്റ പേജിലുണ്ട്. സത്യമാണോ എന്താണോ എനിക്കൊരു പിടുത്തമില്ല. വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. നമ്മുടെ അഭിപ്രായം നിങ്ങൾക്ക് മറ്റേ രേഖപ്പെടുത്തുന്ന കാണാം.